സാമുദായിക സംഘടനകളുമായുള്ള കോൺഗ്രസിന്റെ ബന്ധം സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ മുസ്ലിം ലീഗ് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. സംസ്ഥാനത്ത് യു.ഡി.എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട്. അടുത്തത് യു.ഡി.എഫ് ആണ് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വരും. പക്ഷേ കോൺഗ്രസ് സമയമാകുമ്പോൾ ഒരു നേതാവിനെ നിശ്ചയിച്ച് മുന്നോട്ട് പോയിക്കോളും. അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ലീഗിന് അഭിപ്രായമൊക്കെ ഉണ്ട്. ലീഗിന് അഭിപ്രായം പറയേണ്ട സമയത്തേ പറയുള്ളൂ. ജോഷിലയുണ്ട് കോഴിക്കോട് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ജോഷില, യു.ഡി.എഫിനകത്തും നിരവധിയായ പ്രശ്നങ്ങൾ ഉടലെടുത്ത് മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും തലവേദനയാകുന്നതും കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ ആഭ്യന്തര പ്രശ്നങ്ങൾക്കൊക്കെയും ആക്കം കൂട്ടുന്ന നിലയിലാണ് വി.ഡി. സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്ന രീതിയിൽ NSSന്റെയും SNDPയുടെയും ഒക്കെയും നിലപാടുകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളതും. ആ വിഷയത്തിലാണ് പ്രതികരണം തേടിയപ്പോൾ ലീഗ് പ്രതികരിക്കേണ്ടുന്ന ഒരു സാഹചര്യമല്ല എന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചത്. തീർച്ചയായും കാവ്യ, യു.ഡി.എഫിനകത്ത് തന്നെ വലിയൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്ത ഭരണം തങ്ങളുടേതാണ്, അതിൽ ആര് നേതാവാകണം എന്നുള്ളത് തന്നെയാണ് യു.ഡി.എഫിനകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇതിനുള്ള ഒരു മത്സര ഓട്ടത്തിലാണ് യു.ഡി.എഫ് നേതാക്കൾ എന്ന് വേണം പറയാൻ. അതിൽ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് കോൺഗ്രസിലാണ്. അതുതന്നെയാണ് സാമുദായിക നേതാക്കളെ തങ്ങളോട് അടുപ്പിക്കാനുള്ള ശ്രമം വ്യക്തിപരമായി പോലും പല നേതാക്കളിലും ഉണ്ടാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് NSS നേതാക്കളെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല NSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ പരിപാടികളിലൊക്കെ തന്നെ രമേശ് ചെന്നിത്തല പങ്കെടുക്കുകയും വി.ഡി. സതീശനെ അകറ്റി നിർത്തണം എന്നുള്ള രീതിയിൽ NSSന്റെ നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തത്. ഈ ഒരു പ്രതികരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ സാമുദായിക സംഘടനാ നേതാക്കൾ കോൺഗ്രസിനോട് അടുക്കുന്നതും കോൺഗ്രസിലെ ചില വ്യക്തികളോട് അടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനാണ് ഇന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി മറുപടി പറഞ്ഞിരിക്കുന്നത്. അത് അടുത്ത ഭരണം കണ്ടുകൊണ്ടുള്ള വരവാണ് എന്ന് ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ അടുത്ത സാമുദായിക സംഘടനാ നേതാക്കൾ ഭരണം കിട്ടുമ്പോൾ അടുത്തു വരും. പക്ഷേ ലീഗിന് ഒരു തീരുമാനമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയമായ ലീഗ് അത് തുറന്നു പറയുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസിന് ഒരു തീരുമാനമുണ്ട് എന്നുള്ള കാര്യത്തിലും അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. എന്നാൽ ലീഗിന്റെ തീരുമാനം എന്താണ് എന്നുള്ളത് തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും സാമുദായിക നേതാക്കളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന വിധത്തിലും അതേസമയം തന്നെ അവരെല്ലാം തന്നെ ഈ ഒരു ഭരണം മുന്നോട്ട് കണ്ടുകൊണ്ടാണ് കോൺഗ്രസുമായും അഥവാ യു.ഡി.എഫുമായും അടുത്തു വരുന്നത് എന്നുള്ള കാര്യവും ഇന്ന് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാവ്യ. ശരി, ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്. ലീഗ് ഇപ്പോൾ നടക്കുന്ന നിലവിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ NSSന്റെ SNDPയുടെ നിലപാടുകളിൽ പ്രതികരിക്കേണ്ടുന്ന സാഹചര്യമില്ല എന്നതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം.